തൃശൂർ വടക്കാഞ്ചേരിയിൽ വാഹനാപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കെഎസ്ആർടിസി ബസും പെട്ടിയോട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മുള്ളൂർക്കര സ്വദേശിനി നൂറ ഫാത്തിമയാണ് മരിച്ചത്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നതിന്റെ വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ്, സങ്കടകരമായ വാർത്തയാണിത്. നമ്മളെപ്പോഴും രാവിലെ ഇത്തരത്തിൽ വാർത്തകൾ ഉണ്ടാകല്ലേ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും അത്തരത്തിലൊരു വാർത്തയാണ്. 4 വയസ്സുള്ള കുട്ടിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഈ അപകടത്തിൽ എന്താണ് സംഭവിച്ചത്? പ്രവിത, ഈ വാർത്താ പ്രഭാതത്തിൽ വരുന്നത് ഏറെ സങ്കടകരമുള്ള വാർത്തയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വടക്കാഞ്ചേരിയിലെ ഓട്ടുപാറ ജംഗ്ഷനിൽ വെച്ച് ഇന്നലെ രാത്രി 1:30 ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മേഖലയിൽ നിന്ന്, അതായത് മുള്ളൂർക്കരയിൽ നിന്ന് ഇവർ വരികയായിരുന്നു. ഈ നൂറ ഫാത്തിമയാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഈ 4 വയസ്സുകാരി കുട്ടിക്ക് സുഖമില്ലാത്തതിനെ തുടർന്ന് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഇവർ ഈ പെട്ടിയോട്ടോയിൽ മാതാവും പിതാവും കുട്ടിയും അടക്കം പോകുന്നതിനിടയിലാണ് പിന്നിലൂടെ വന്ന KSRTC ബസ് ഈ വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുന്നു. പിന്നീട് ഈ പെട്ടിയോട്ടോ മറിഞ്ഞാണ് ഈ കുട്ടിക്ക് അപകടമുണ്ടാകുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഈ ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടമുണ്ടാകുന്നത്. 4 വയസ്സുകാരി നൂറ ഫാത്തിമ ഇവിടെ വെച്ച് തന്നെ മരിച്ചു. പിതാവിനും മാതാവിനും ഗുരുതരമായി പരിക്കേറ്റു. 31 വയസ്സുള്ള ഉനൈസ്, അതുപോലെ തന്നെ റൈഹാനത്ത് 26 വയസ്സുള്ള മാതാവ്, അവർക്ക് 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ മാതാവിൻ്റെ കാലിനടക്കം ഗുരുതരമായി പരിക്കുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 2 വാഹനങ്ങളും ഇതിനോടകം തന്നെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നൂറ ഫാത്തിമയുടെ മൃതദേഹവും നിലവിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണുള്ളത്. രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ദിവസത്തിനിടയിൽ തന്നെ ഈ മേഖലയിൽ 3 അപകടങ്ങളിലായി 3 ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ സ്വകാര്യ ബസ്സിലേക്ക് കയറിയ വയോധിക അപകടത്തിൽപ്പെടുന്ന അവരുടെ കാലടക്കം മുറിഞ്ഞുപോയി. പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. ഒരു 96 വയസ്സുകാരൻ വയോധികനും ഈ വാഹനാപകടത്തിൽ മരിച്ചു. അങ്ങനെ അടുത്തിടെ മാത്രമുണ്ടായ വാഹനാപകടങ്ങളിൽ ഇവിടെ 3ാമത്തെ ജീവനാണ് പൊലിയുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ 1:30 ഈ മേഖലയിൽ ഈ പെട്ടിയോട്ടോയിൽ സഞ്ചരിക്കുകയായിരുന്ന കുടുംബത്തിന് പിന്നാലെ വന്ന, അതായത് പെട്ടിയോട്ടോറിക്ഷയ്ക്ക് പിന്നാലെ വന്ന KSRTC ബസ് ഈ പെട്ടിയോട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിക്കുന്നതും ആ വാഹനാപകടത്തിൽ 4 വയസ്സുകാരിക്ക് ജീവൻ നഷ്ടമാകുന്നതിലേക്കും എത്തിയിരിക്കുന്ന പ്രവിത. ഓക്കെ, സൂരജിന്റെ കൈക്ക് എന്ത് പറ്റി നമ്മുടെ കുറച്ച് പ്രേക്ഷകർ ചോദിക്കുന്നു. അതിനിടയിൽ എന്ത് പരിക്ക് പറ്റിയതാണോ എന്നൊക്കെ ചോദിക്കുന്നു. അത് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഷൂട്ടിനിടയിൽ ഒരു ചെറിയ അപകടം ഉണ്ടായതാണ്. ഒരു പാറയിൽ വീണതാണ്. കൈക്ക് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആയി വരുന്നു അല്ലേ? ഓക്കെയാണ്. ശരി സൂരജ്, അപ്പൊ എന്തായാലും ചെറിയ രീതിയിലുള്ള ഒരു പരിക്ക് വന്നതാണ്. ചില പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് കുറെ ആൾക്കാർ. അതുകൊണ്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്താണ്. കൈക്ക് എന്ത് പറ്റിയെന്ന് ഒരുപാട് പേർ ചോദിക്കുന്നു. അപ്പോൾ ഒരു അപകട വാർത്തയാണ്, സങ്കടകരമായ വാർത്തയാണ്. 4 വയസ്സുള്ള കുഞ്ഞിന്റെ മരണമാണ് വാഹനാപകടത്തിൽ ഉണ്ടായത്. പ്രേക്ഷകരെല്ലാം അത് പറയുന്നുമുണ്ട്.